ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുലാവ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ അരി ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സവാളയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഈ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് അല്പം സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു, 2-3 ഏലയ്ക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടി ഇട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ക്യാരറ്റ് അരിഞ്ഞതും 1 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവറും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളെല്ലാം ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ വെജിറ്റബിൾ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ പച്ചക്കറികളിൽ നല്ലതുപോലെ പിടിച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ അരിയൊക്കെ നല്ലതുപോലെ തന്നെ മസാലയിലൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി നാളികേരം ചിരവിയെടുത്ത തേങ്ങാപ്പാലാണ്. ഇത് 3 കപ്പ് തേങ്ങാപ്പാൽ അടുപ്പിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കുക്കർ അനക്കാതെ തന്നെ നമുക്ക് കുറച്ച് സമയം വെച്ച് കൊടുക്കാം. ഇപ്പോഴിതാ നമ്മളുടെ പുലാവ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ പുലാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുലാവ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു.